ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തക്കാളി ചമ്മന്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 4 തക്കാളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു സവാള വേണം, വലിയ ഒരു സവാള എടുത്താൽ മതി. അങ്ങനെ സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുക. ഒരു പാൻ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ മുളക് ഇട്ട് അത് വറുത്ത് കോരുക, കരിക്കാണ്ട് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കുക. സവാള ഈ കളറായി, ചെറിയൊരു ബ്രൗൺ കളറ്. അപ്പോൾ നമ്മൾ അത് കോരി എടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ നടു കീറി വെച്ച തക്കാളിയിൽ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ കൂടിയിട്ടാണ് എണ്ണ ഇത്ര അധികം ഒഴിക്കുന്നത് കേട്ടോ. അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അത് വെന്ത് കിട്ടും. അങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ മൊരിയുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തൊലി നമുക്ക് ഇളക്കി മാറ്റാനുള്ള അത്ര വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. കരിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് നോക്കിക്കോളൂ. 2 പ്രാവശ്യമൊക്കെ അടച്ചു വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ തക്കാളി റെഡിയായി, മുളക് റെഡിയായി, സവാള റെഡിയായി. ഇതിൻ്റെ തൊലി ചൂടാറിക്കഴിയുമ്പോൾ അതിൻ്റെ തൊലി മാറ്റുക. എല്ലാ തൊലിയും മാറ്റിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എളുപ്പമാണ്, ഇനി ഒന്നുമില്ല, തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഈ മുളക് തണുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ തിരുമ്മി ഇങ്ങനെ പൊടിച്ചാൽ മതി കേട്ടോ. ഇത് മിക്സിയോ കല്ല ഒന്നും ഉപയോഗിക്കണ്ട, കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി ഈ ചമ്മന്തി. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാ. ഈ ടേസ്റ്റ് കിട്ടുകയാണെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ആ വെളുത്തുള്ളിയും അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മി അതിൽ ചേർക്കണം കേട്ടോ. ഇങ്ങനെ ഞരടി അതിൽ ചേർക്കണം. പിന്നെ തക്കാളി ചൂടാറിയിട്ടുണ്ടാവും. ചൂടോടുകൂടി ആക്കരുത്, കൈ പൊള്ളിപ്പോവും. ചൂടാറിക്കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇനി എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറേ ഉപ്പ് ആദ്യം ഇടണ്ട. നല്ല മണമാണ് കേട്ടോ ഈ ചമ്മന്തിക്ക്. ഇനി ഇതേ നമ്മുടെ ചമ്മന്തിയൊക്കെ നന്നായി കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്തു കേട്ടോ. ഇനി അതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇനി നമ്മൾ ആ വറുത്ത് വെച്ച വെളിച്ചെണ്ണയിൽ നിന്ന് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലൊഴിച്ച് കൊടുക്കുക. മുഴുവനും വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, ഒരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. അത് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ചമ്മന്തി ചോറിലേക്ക് നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കില്ലേ, ദോശയിലേക്ക് നല്ലതാണ്.
അപ്പോൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.